ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഫിനാൻസിലെ കുറച്ച് MCQs ആണ്. സോ നമുക്കറിയാം പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ഇക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഫോർ എക്സാം ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും എല്ലാത്തിനും പബ്ലിക് ഫിനാൻസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഫിനാൻസിൽ നിന്നുള്ള കുറച്ച് MCQs ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So the first question is, progressive income tax implies option A, the amount of tax falls with the rise in income. B, the rate of rises with rise in income, both A and B, and D, the rate of tax decreases with the rise in income. So progressive income tax എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ടാക്സ് റേറ്റ് ഇൻകം കൂടുന്നതിനനുസരിച്ച് കൂടും. അതായത് നമ്മുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ടാക്സ് കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണ് പ്രോഗ്രസീവ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഏതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ബി ആണല്ലേ. ദ റേറ്റ് ഓഫ് റൈസസ് വിത്ത് റൈസ് ഇൻ ഇൻകം. നമ്മുടെ ഇൻകം കൂടുമ്പോൾ ടാക്സ് റേറ്റ് റൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പബ്ലിക് ഗുഡ്സ്. എന്താണ് പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോൺ എക്സ്ക്ലൂഡബിൾ ആണ് അല്ലെ. അതുപോലെ തന്നെ നോൺ റൈവൽ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒരാളുടെ കൺസംഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഞാനപ്പോ ആ ഗുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മറ്റൊരാളുടെ കൺസംഷനെ തടയാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ എന്താണ്, ഞാൻ അത് ഉപയോഗിക്കുന്നത് കൊണ്ട്, നോൺ റൈവൽ മീൻസ് ഞാൻ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി ഡിമിനിഷ് ആവുകയും ഇല്ല. ഓക്കെ, മനസ്സിലായോ? അതായത് നോൺ എക്സ്ക്ലൂഡബിൾ ഇൻ ദ സെൻസ് ഒരാളിൽ നിന്ന് നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ഒരാളെ നിങ്ങൾ അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നോൺ റൈവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ പേഴ്സൺസ് യൂസ് ഡസന്റ് ഡിമിനിഷ് ഇറ്റ്സ് അവൈലബിലിറ്റി ടു അതേഴ്സ്. ഓക്കെ, പബ്ലിക് ഗുഡ്, ഫോർ എക്സാമ്പിൾ ക്ലീൻ എയർ അല്ലെ, ഡിഫൻസ്, നാഷണൽ ഡിഫൻസ്. നമുക്ക് ഒരിക്കലും ഒരാളിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ കൺസംഷനെ. സോ ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണ്. ദെൻ സോ ദ ഓപ്ഷൻ ഏതാണ് വരുന്നത്? 1 ആണ് അല്ലെ. ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് ഗുഡ് ആണ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡബിൾ ആൻഡ് റൈവൽ ഇൻ കൺസംഷൻ. സോ ഈ എക്സ്ക്ലൂഡബിൾ നേച്ചർ ഏത് ഗുഡിന്റെയാണ്? പ്രൈവറ്റ് ഗുഡ്സിന്റെയാണ്. ഓക്കെ, അടുത്തത് റീപേയ്മെന്റ് ഓഫ് പബ്ലിക് ഡെപ്റ്റ് റെഫേഴ്സ് ടു എന്താണ്? റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്. അപ്പം പബ്ലിക് ഡെപ്റ്റ് റീപേ ചെയ്യുന്നതിനെ പറയുന്ന മറ്റൊരു പേരാണ് റിഡംഷൻ. നമ്മൾ റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്, വെൻ ഡെഫിസിറ്റ്സ് ആർ കവേർഡ് ത്രൂ ടാക്സസ്, ദാറ്റ് ബഡ്ജറ്റ് ഈസ് കോൾഡ്. സോ ഇവിടെ ഒരു ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അൺബാലൻസ്ഡ് ബഡ്ജറ്റ് ആണ്. നമ്മുടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അൺബാലൻസ്ഡ് ബഡ്ജറ്റ് ആണ് വരുന്നത്. കാരണം നമുക്കറിയാം ഡെഫിസിറ്റ് ബഡ്ജറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് എന്താണ്? സർപ്ലസ് ബഡ്ജറ്റ് എന്നും, അൺബാലൻസ്ഡ് ബഡ്ജറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സർപ്ലസ് ബഡ്ജറ്റ് എന്നും, ഒന്ന് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്നും. എക്സ്പെൻഡിച്ചർ കൂടുകയും റവന്യൂ കുറയുകയും ചെയ്യുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ന് പറയുന്ന ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സർപ്ലസ് ബഡ്ജറ്റ് എന്താണ്? റവന്യൂ കൂടുകയും നമ്മളുടെ എക്സ്പെൻഡിച്ചർ കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ആണ് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഒരു അൺബാലൻസ്ഡ് ബഡ്ജറ്റ് സിറ്റുവേഷൻ ആണ്. സോ നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് വരുന്നത്. എക്സ്പെൻഡിച്ചർ ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ്. ആരുടെ റെക്കമെൻഡേഷനിലാണ് എക്സ്പെൻഡിച്ചർ ടാക്സ് വരുന്നത്? യെസ്, കാൽദറിന്റെ റെക്കമെൻഡേഷനിലാണ്. ഓക്കെ, സോ കാൽദർ ആണ് എക്സ്പെൻഡിച്ചർ ടാക്സ് കൊണ്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൽത്ത് ടാക്സ് വാസ് അബോളിഷ്ഡ് ഇൻ. എന്നാണ് വെൽത്ത് ടാക്സ് അബോളിഷ് ചെയ്തത്? എന്താണ്? 2011, 12, 14, 15. ഓക്കെ, 2015-16 ഓക്കെ, ആ പീരീഡിലാണ് വെൽത്ത് ടാക്സ് അബോളിഷ് ചെയ്തത്. അപ്പൊ ഓപ്ഷൻ ബി ആണ്. 2015 ആണ് വെൽത്ത് ടാക്സ് അബോളിഷ് ചെയ്ത ഇയർ എന്ന് പറയുന്നത്. 2015-16 ഫിനാൻഷ്യൽ ഇയറിലാണ് വെൽത്ത് ടാക്സ് അബോളിഷ് ചെയ്തത്.
Next, according to Weissman and Pico, public expenditure will increase in a smooth manner, reverse manner, step-like manner, none of the above. So, വൈസ്മാൻ പീക്കോ പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതായത് അലൻ ടി പീക്കോക്കും ജാക്ക് വൈസ്മാൻ എന്ന് പറയുന്ന രണ്ടാളാണ് പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഒരു തിയറി പറയുന്നത്. അതിൽ എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ടു വിൽ റൈസ് ഇൻ എ സ്റ്റെപ്പ് ലൈക്ക് മാനർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാം സ്മൂത്ത് മാനർ ആണോ എന്ന്, കാരണം മിക്ക ഓപ്ഷനും കൺഫ്യൂസിംഗ് ആണ്. സോ സ്റ്റെപ്പ് ലൈക്ക് മാനർ ആണ്. ഓക്കെ, തെറ്റിക്കരുത്. നെക്സ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് ടു പബ്ലിക് എക്സ്പെൻഡിച്ചർ ആർ അട്രിബ്യൂട്ടഡ് ടു ആരാണ്? യെസ്, അലൻ ആൻഡ് പീകോക്ക്. സോറി, അലൻ ടി പീകോക്ക് ആൻഡ് ജാക്ക് വോയ്സ്മാൻ ആണ് ദ കോൺസെപ്റ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ മീൻസ് കോൺസെൻട്രേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് സജസ്റ്റ് ചെയ്തത്. The ability to pay principal is logically most consistent with the normative notion. ഇത് കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ എബിലിറ്റി ടു പേ പ്രിൻസിപ്പൽ ഇസ് ലോജിക്കലി കൺസിസ്റ്റന്റ് വിത്ത് ദ നോർമേറ്റീവ് നോഷൻ ഓഫ് വെർട്ടിക്കൽ ഇക്വിറ്റി. ഈക്വാലിറ്റി അല്ല, ഇക്വിറ്റി ആണ്. അതൊരു മിസ്റ്റേക്ക് വന്നതാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. സോ വെർട്ടിക്കൽ ഇക്വിറ്റി ആണ്. വിച്ച് കമ്മിറ്റി റെക്കമെൻഡ് ടാക്സ് ഓൺ അഗ്രികൾച്ചർ ഹോൾഡിംഗ് ഇൻ ഇന്ത്യ? ഏത് കമ്മിറ്റിയാണ്? രാജ് കമ്മിറ്റിയാണ് കേട്ടോ. KN രാജ് കമ്മിറ്റിയാണ് agriculture holding tax on agriculture holding recommended ചെയ്തത്. Next question, principles of maximum social advantage is concerned with both taxation and public expenditure ആണ് correct answer. Next question, justice in taxation is the best ensured by applying the principles of equal marginal sacrifice. അബ്സല്യൂട്ട് ഇൻകം ടാക്സ് ഇസ് ദ സോഴ്സ് ഓഫ് റവന്യൂ ടു ആർക്കാണ്? ഇൻകം ടാക്സ് ആരുടെ? അഗ്രികൾച്ചർ ഇൻകം ടാക്സ് ആരുടെ സോഴ്സ് ആണ്? ആരുടെയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാക്സ് കളക്ഷൻ ആൻഡ് ടാക്സ് റേറ്റ്സ് ഹാസ് ബീൻ എക്സ്പ്രസ്ഡ് ബൈ. സോ ടാക്സ് റവന്യൂവും അതുപോലെ തന്നെ ടാക്സ് റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന കർവ് ആണ് ഏത്? ലാഫർ കർവ്. ഓക്കെ, ലോറൻസ് കർവ് ഇൻകം ഇൻഇക്വാളിറ്റി ആണ്. ദെൻ ഇൻഡിഫറൻസ് കർവ്സ് നമുക്കറിയാം കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനെ കാണിക്കുന്നതാണ്. ഓക്കെ, സോ ലാഫർ കർവ് ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓൾ ടാക്സസ് കൺസേൺഡ്, ടാക്സ് ഒക്കെ എന്താണ് നമുക്കറിയാം അല്ലെ, എന്താണ്? റവന്യൂ കിട്ടുന്നതാണ്, റവന്യൂ വരുമാനമാണ്, റവന്യൂ റെസീപ്റ്റ് ആണ്. ദ മെറിറ്റ് ഓഫ് സീറോ ബേസ്ഡ് ബജറ്റിംഗ് ഇസ് ദാറ്റ് ടാക്സ് ലയബിലിറ്റി ഇസ് റെഡ്യൂസ്ഡ്, പ്രോഫിറ്റ് ഗോ അപ്പ്, ഡെഫിസിറ്റ് ഫിനാൻസിംഗ് ബിക്കം സീറോ, എക്സ്പെൻഡിച്ചർ റാഷണലൈസ്ഡ്. സോ എന്താണ് അതിന്റെ മെറിറ്റ്? സീറോ ബേസ്ഡ് ബജറ്റിന്റെ എക്സ്പെൻഡിച്ചർ റാഷണലൈസ് ചെയ്യും. നെക്സ്റ്റ്, സീറോ ബേസ്ഡ് ബജറ്റിംഗ് വാസ് ഗിവൻ ബൈ ആരാണ്? മസ്ഗ്രേവ്, JMK, പീറ്റർ പിയർ, H. ഹാൻസൺ. പീറ്റർ പിയർ ആണ് സീറോ ബേസ്ഡ് അല്ലെങ്കിൽ ZBB കൊണ്ടുവന്നത്. ഇഫ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ്, റിമൈൻഡർ വിൽ ബി. ഓക്കെ, ഓപ്ഷൻ എ റവന്യൂ ഡെഫിസിറ്റ്, ഓപ്ഷൻ ബി ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ്, ഓപ്ഷൻ സി ക്യാപിറ്റൽ ഡെഫിസിറ്റ് ആൻഡ് ബജറ്ററി ഡെഫിസിറ്റ്, ഡി ബജറ്ററി ഡെഫിസിറ്റ്. നമുക്കറിയാം എന്താണ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെന്റ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രൈമറി ഡെഫിസിറ്റ് ആണ് അല്ലെ, ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് ആണ്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഈസ് ആൻ ഐറ്റം ഓഫ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, പ്ലാൻ എക്സ്പെൻഡിച്ചർ ആണോ? ഏതിലാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് വരുന്നത്? സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ദ ബേസിസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സസ്, ബേസിസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സസ് എന്താണ്? ഓപ്ഷൻ എ ടോട്ടൽ ടേൺ ഓവർ ഓഫ് ദ കമ്പനി, പ്രോഫിറ്റ് ആഫ്റ്റർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്, പ്രോഫിറ്റ് ബിഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഡി ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ദി കമ്പനി. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ടോട്ടൽ ടേൺ ഓവർ ഓഫ് ദി കമ്പനി. Next question is, federalism refers to
Option A, relationship between national and state government, relationship among the state government, political system power is vested in the state government, political system in which power vested in the national government. So ഓപ്ഷൻ എ ആണ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മളിന്ന് ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 21 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഇതും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, ഇതിലൂടെയൊക്കെ ക്വസ്റ്റ്യൻസിലൂടെ പോവുക. നമ്മൾ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചത് അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് കൂടുതലും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.